മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. ജനുവരി 5-നാണ് റിംഷാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 7ഉം 5ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുടെ അമ്മയാണ് റിംഷാന. രണ്ടാമതും പെൺകുട്ടിയെ പ്രസവിച്ചതോടെ അതിന്റെ പേരിൽ ഭർത്താവ് മുസ്തഫയുടെ പീഡനം തുടങ്ങിയെന്നാണ് റിംഷാനയുടെ അമ്മ സുഹറ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. രണ്ടാമത്തെ കുട്ടിയെ പെറ്റിച്ചപ്പോൾ ഓർക്ക് ആദ്യത്തെ പെൺകുട്ടിയല്ലേ, രണ്ടാമത്തെ പെൺകുട്ടിയായി. അപ്പോൾ ഓർക്ക് കുറച്ച് കുട്ടീനെ പ്രസവം കഴിഞ്ഞേക്ക് ഓപ്പറേഷൻ വാർഡിൽ തന്നെ 15 മാറ്റത്തിൽ പണ്ടുണ്ടായിരുന്നു. അത് മേടിച്ച് തള്ള പോക്കറ്റിലിട്ട് കുട്ടി ഇത് പെൺകുട്ടിയാന്ന് തന്നെ ഒരട്ട് പറഞ്ഞു പോയി. പിന്നെ ഞാനും ഈ തന്തി മാത്രമേ ഉള്ളൂ. പെറ്റിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കുട്ടി എന്നോടൊന്നും വല്ല പറിച്ച് ആർട്ടിൻ്റെ കേട്ടില്ല മനസ്സെത്തിയാണ്. കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് നോക്കും ഇവളെ കൊണ്ട് എല്ലാ പണി എടുപ്പിച്ചു തരും. ഇവൾക്ക് പണ്ടം കമ്മിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, തുണക്കാരത്തികളും അങ്ങനെ പറയും ഇന്നെ തല്ലുന്നുണ്ട്. ഇവിടെ മാണ്ടിയിട്ട് ഒരു ദിവസം എന്തുകൊണ്ടോ വരഞ്ഞിട്ട് ഈ കുട്ടി പറയും വരഞ്ഞിട്ട് മുറി കഴിക്കണിൻ്റെ വെച്ചിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് പെച്ച് വരഞ്ഞിക്കണു ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ കുഞ്ഞി പൈതൽ അപ്പം ഞാൻ ചോദിച്ചോളൂ. അപ്പോൾ ഓളിന്നെ ഒളിച്ചു കുത്തി വാത്തിച്ചെന്നോട് മാവൊന്നും കാട്ടിയിട്ടില്ല. പിന്നെ മരിച്ചിട്ട് ഈ കുട്ടികൾ ഒറ്റ കുട്ടി പിടിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ കൊന്നിക്കല്ലേ കുട്ടീനെ ഏത് നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ പറയുന്നത് എൻ്റെ കുട്ടീനെ കൊന്നിക്കാനും ഇങ്ങനറിയണം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇതും വെച്ച് 3ാമത്തെ ഭർത്തൃ പീഡനത്തിൽ ഇരയായിട്ട് മരിച്ച ഒരു കേസായത്. ഇവിടുത്തെ മരിക്കാനുണ്ടായ കാരണം 2 പെൺമക്കളെ പ്രസവിച്ചത്. ഈ കുട്ടി 2 പ്രസവിച്ച്, 2ഉം പെൺകുട്ടി. മൂത്തതും പെൺകുട്ടി, രണ്ടാമത്തതും പെൺകുട്ടി. ഒരു പെണ്ണ് അമ്മയാകാന്ന് വെച്ചാലുണ്ടല്ലോ, അത് ഏറ്റവും വലിയ ഭാഗ്യം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആർക്ക് ജന്മം കൊടുത്താലും അത് ഏറ്റവും വലിയ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് ഒരു പെണ്ണ് അമ്മയാകൽ. അതുപോലും സാധിക്കാത്ത ആൾക്കാർ വരെ ഇന്ന് ലോകത്തുണ്ട്. എന്നിടത്താണ് ഇവൻ 2 കുട്ടികൾക്ക് ഇവള് ജന്മം കൊടുത്തിട്ട് അവളെ പല പീഡനം ചെയ്തിട്ട് ഇപ്പം ആ കുട്ടി ആത്മഹത്യ ചെയ്ത്. അപ്പോൾ 2 പെൺമക്കളും അവിടെ ബാക്കിയായി. കാരണം ഒരുപാട് കാരണങ്ങൾ ചെയ്തതൊക്കെ ആ കുട്ടീൻ്റെ ഉമ്മ പറയുന്നുണ്ട്. ഒരു ഉമ്മ ഒരു കുട്ടീനെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് അവരെ പോറ്റി വളർത്തി വേണ്ടുന്ന വിദ്യാഭ്യാസവും കൊടുത്ത് വിവാഹപ്രായമായിട്ട് കെട്ടിച്ചയച്ച് കഴിഞ്ഞാൽ അടുത്തുനിന്ന് ആ കുട്ടി മറ്റൊരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് ഇത്ര ക്രൂരത കൊടുക്കാൻ ഇവനൊരു മനുഷ്യനാണ് ഇവൻ. ആ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അതിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ പെണ്ണ് ആയിട്ട് ഇവളെ ക്രൂരത ചെയ്യാനാണെങ്കിൽ എന്നാൽ ഇവനിക്ക് ഒരു ആണിന് ജന്മം കൊടുത്തുകൂടി, ഇവൻ കൊടുക്കണ്ടേ ആണിന്. പല ആൾക്കാരും പല ഇൻസൾട്ടും ഇയാൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവനൊരു ആൺകുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആൺകുഞ്ഞിനെ പ്രസവിക്കൂലേ. അപ്പോൾ ഇവൾ പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന് ഇങ്ങനത്തെ ക്രൂരതയൊക്കെ ചെയ്യണമെന്ന് വരെ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നിട്ട് വായിച്ചിട്ടുണ്ട്. ലോകത്തൊന്നിനും വില വെക്കണ്ട, പക്ഷേ രക്തബന്ധത്തിന് വില വെക്കണം. അത് നമ്മൾക്കുണ്ടാകുന്ന കുട്ടികൾ ആണായാലും പെണ്ണായാലും അത് നമ്മളെ രക്തത്തിലുണ്ടായ കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും രക്തബന്ധത്തിന് വില വെച്ചിട്ട് നല്ല രീതിയിൽ മക്കളെ പോറ്റി വളർത്തിയിട്ട് നല്ല നിലയിൽ എത്തിക്കുക. പക്ഷേ ഈ കുട്ടി ആത്മഹത്യ ചെയ്യൂല എന്ന് അവളെ ആ ഉമ്മ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഇവൻ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാവാം എന്ന് സംശയം വരെ ഈ ഉമ്മ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് സംശയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ലോകത്ത് ഇതന്നെ നടക്കുന്നത്, ഭർത്തൃ പീഡനം പല കാരണങ്ങൾ കൊണ്ടും. അതുകൊണ്ട് ആരും തമ്മിൽ കെട്ടിത്തൂക്കൂല എന്നുള്ള ഒരു സംശയം ആയിരിക്കും വേണ്ട. ചിലപ്പോൾ അതും നടക്കാനും മതി.